നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, ചേച്ചിമ്മ നേരത്തെ എഴുന്നേറ്റോ? ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട, എനിക്കുള്ള ചായ ഞാൻ ഇട്ട് കുടിച്ചോളാം. എന്തിനാ ചേച്ചിമ്മ എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് പറ്റി. അത് തിരുത്താനുള്ള ശ്രമത്തില ഞാൻ. തിരുത്തിക്കോ? ഞാൻ പറഞ്ഞോ തിരുത്തണ്ടെന്ന്? എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട, ഞാൻ തയ്യാറല്ല. എനിക്ക് മാപ്പ് തന്നൂടെ? എന്തിനാണ് ഞാൻ നിനക്ക് മാപ്പ് തരേണ്ടത്? എന്നെ ജയിലിലിട്ടേനോ? അതോ ഇത്രയും ദിവസം ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ അപമാനിച്ചേനോ? നീ എല്ലാം മറന്നു കാണും, പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ല. സെല്ലിലെ തണുത്ത തറയിൽ ഉറക്കം വരാതെ ഞാൻ കിടക്കുമ്പോ നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. അത് ഞാൻ വേണ്ടാന്ന് വെച്ചതേ നിനക്ക് അച്ഛനും അമ്മയും ഇല്ലല്ലോന്ന് ഓർത്തിട്ട് മാത്രമാ. ഇനി നീ ആയിട്ട് ഒരു ലോഹ്യത്തിനും ചന്ദ്രൻ ഞാനില്ല. എനിക്കതിന് കഴിയില്ല. എനിക്കറിയാം, എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ചേച്ചിമ്മ എനിക്ക് മാപ്പ് തരും. കാത്തിരിക്കാൻ ചേച്ചിമ്മ, ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും. എനിക്ക് ആകെ ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. ദേവിയുടെ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു. ആ തെറ്റ് തിരുത്താനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. ദേവികയുടെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത നിനക്ക് കൊണ്ടോടി. കുറെ കാശും പദവിയൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ചന്ദ്രേ. മനുഷ്യന്റെ ഉള്ളിലെ ഹൃദയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം. അതേ നിനക്കില്ല. അതില്ലാത്തടത്തോളം കാലം എനിക്കിങ്ങനെ ആവാനേ പറ്റൂ. നിർത്തടി നിന്റെ പൂങ്കണ്ണീര്. അവിടെ ഒരു കൊള്ളക്കരച്ചില് മതി. നീ കരയുമ്പോഴേ ഞാൻ ഓർക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ നിമിഷങ്ങളാ. നീയുമായിട്ട് ഒരു കാലത്തും ഞാൻ യോജിച്ചു പോവില്ല. അതിന് വെച്ച വെള്ളമേ എന്റെ പൊന്നുമോൾ അങ്ങ് വാങ്ങി വെച്ചേര്. അവള് വന്നിരിക്കുന്നു പ്രേമെ അനുനയിപ്പിക്കാൻ. ദേവി ആന്റി, മോളെ, മോൾക്ക് സുഖല്ലേ? അതെ ആന്റി. ആന്റിക്കോ? അങ്ങനെ പോകുന്നു മോളെ. അല്ല, എത്ര ദിവസം ലീവുണ്ട് മോൾക്ക്? ഞാൻ തിരിച്ചു വന്നില്ല ആന്റി. ഇവിടുത്തെ സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ പോവാ. ആണോ? ആ. അപ്പൊ ഇനി മോൾക്ക് എന്നും വീട്ടിൽ നിൽക്കാമല്ലോ. നിക്കാം. ദേവിക തനിച്ചേ ഉള്ളോ? ഞാനെന്താ പോട്ടെ മോളെ. അമ്മേ, ആന്റി എന്താ സംസാരിക്കാതിരുന്ന്? മോളോട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. ആ, അതുപോരെ. അല്ല, നിങ്ങൾ തമ്മിൽ വഴക്കാണോ? ഇല്ല മോളെ, ആന്റിക്ക് വേറെന്തോ തിരക്കുണ്ട്, അതാ ഒന്നും പറയാതെ പോയത്. പാവ ആന്റി അല്ലേ അമ്മേ? നമുക്ക് ആന്റി കൂടി നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാലോ? അതാലോചിക്കാം. മോള് വാ.
സിദ്ധുട്ടാ ഗുഡ് മോർണിംഗ്. ബാഡ് മോർണിംഗ്. നിന്നോട് ആരാ ചായ മാറ്റി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതൊരു ഭാര്യയുടെ കടമയല്ലേ സിദ്ധുട്ടാ? ഭാര്യയോ? ആര്, നീയോ? വെറുതെ രാവിലെ തന്നെ തമാശ പറഞ്ഞെന്നെ ചിരിപ്പിക്കല്ലേ. സത്യമായിട്ടും ഉത്തമയായ ഒരു ഭാര്യ ആവാനുള്ള ശ്രമത്തിലാ ഞാൻ. എനിക്കിപ്പോ ആരോടും ഒരു ദേഷ്യവും ഇല്ല. ആരോടും? ആരോടും? ദേവികയോടും? ദേവികയോടും. എങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഞാനൊരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് തരും. അത് നീ ഒന്ന് ഒപ്പിട്ട് തരണം. എന്നെ ഒഴിവാക്കുകയാണോ? അയ്യോ അല്ല, നിന്നിന്ന് രക്ഷപ്പെട്ട് ഓടുക ഞാൻ. എന്റെ പൊന്നേ, എനിക്ക് വയ്യ ഇനി നിന്റെ ഒപ്പം ജീവിക്കാൻ. എനിക്കൊരവസരം കൂടി തന്നൂടെ സിദ്ധുട്ടാ? ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്ന് പറയാറുണ്ടല്ലോ. അത് ആവർത്തിച്ചാൽ എന്താ പറയാ? ഞാൻ അതിനില്ല. നമ്മൾ തമ്മില് ഒത്തുപോകത്തുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നിനക്കതിന് സാധിക്കുകയില്ല. കുറവുകളുണ്ടെന്ന് അറിയാം, ദേവിക പോലെ അല്ലെന്നും അറിയാം. എന്നാലും ഞാൻ സിദ്ധുന്റെ ഭാര്യയല്ലേ? ആണോ? എന്നിട്ട് ആ താലി എവിടെ? ഭാര്യയാണെങ്കിൽ താലി ഉണ്ടാവുമല്ലോ, അതെവിടെ? അത് ഞാൻ ഇട്ടോളാം. തോന്നുമ്പോ ഇടാനും തോന്നുമ്പോ എടുത്ത് കളയാനുള്ള സാധനത്തിന്റെ പേരല്ല താലി. അത് നിനക്കറിയത്തില്ല. അതിന് കാരണം എന്താണെന്നറിയോ? നീ ഇപ്പോ ആടിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് ചേരാത്ത വേഷമായതുകൊണ്ടാ. കരഞ്ഞത് കൊണ്ടോ കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടോ എന്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. അത് മാറണമെങ്കിൽ ദേവിക എന്റെ ഭാര്യയായിട്ട് വരണം. എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരികയാണ് നീ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് നീ ഒന്ന് ആലോചിക്കും. അതല്ലാതെ ഇനി നിനക്ക് വേറൊന്നും ചെയ്യാനില്ല.